ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 3 ശ്ലോകം 5. ഭക്തിയാൽ അരോഗദൃഢഗാത്രന്മാരായിട്ട് സഞ്ചരിക്കുന്ന നാരദാദി മഹർഷിമാരെ പോലെ അവർ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അഖണ്ഡ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് സ്വൈരസഞ്ചാരം ചെയ്യുന്നു. ഇനി എന്താണ് ഇതിലും ഇതേ ഒരാവശ്യം, മറ്റെന്തു വേണം എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ചോദിച്ചത്. ഈ ശ്ലോകത്തിൽ പറയുന്നു, നാരദാദികൾക്കെന്ന പോലെ തനിക്കും ഭക്തി വർദ്ധിപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കവി. ഭവത് ഭക്തി സ്പീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹഗണിക ന ചേത് വ്യാസസ്യോക്തിസ്തവ ജവജനം നൈഗമവജോ ഭവേന്മിത്യാരത്യാ പുരുഷ വചന പ്രായമഖിലം. ഭവത് ഭക്തി സ്പീതാ ഭവതു മമ സ ഏവ പ്രശമയേത് അശേഷ ക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേത് വ്യാസസ്യ ഉക്തിഃ തവ ച വചനം നൈഗമവജഃ ഭവേത് മിഥ്യാ രത്യാ പുരുഷ വചനപ്രായം അഖിലം. ഭവത് ഭക്തി സ്പീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക. പ്രശമയേത് കഴിഞ്ഞാൽ പിന്നെ അശേഷ ഒന്നിച്ചാണെങ്കിൽ പ്രശമയേത് അശേഷ ക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേത് വ്യാസസ്യോക്തിസ്തവ ജവജനം നൈഗമവജോ ഭവേന്മിത്യാരത്യാ പുരുഷ വചനപ്രായമഖിലം. മമ ഭവൽ ഭക്തി എനിക്ക് നിന്തിരുവടിയിലുള്ള ഭക്തി സ്പീതാ ഭവതു വർദ്ധിച്ചു വരേണമേ. സാ ഏവ അത് തന്നെ അശേഷ ക്ലേശൗഘം പ്രശമയേത് അത് തന്നെ എല്ലാ സങ്കടങ്ങളെയും തീർത്ത് തന്നുകൊള്ളും എന്ന വിഷയത്തിൽ ഹൃദി മനസ്സിൽ സന്ദേഹ കണിക ന ഖലു തെല്ലുപോലും സംശയമില്ല തന്നെ. ന ചേത് ഇല്ലെങ്കിൽ വ്യാസസ്യോക്തി വ്യാസന്റെ വാക്കും തവ വചനം അവിടുത്തെ വാക്കും നൈഗമവചഃ വേദങ്ങളിലെ വാക്കും അഖിലം എല്ലാം രത്യാപുരുഷ തെണ്ടി നടക്കുന്നവരുടെ വചനപ്രായം വാക്കുപോലെ മിഥ്യാഭവേത് അസത്യമാണെന്ന് വരും. എനിക്ക് നിന്തിരുവടിയിലുള്ള ഭക്തി വർദ്ധിച്ചു വരണേ, അത് തന്നെ എല്ലാ സങ്കടങ്ങളെയും തീർത്ത് തന്നുകൊള്ളും എന്ന വിഷയത്തിൽ മനസ്സിൽ തെല്ലുപോലും സംശയം ഇല്ല തന്നെ. ഇല്ലെങ്കിൽ വ്യാസന്റെ വാക്കും അവിടുത്തെ വാക്കും വേദങ്ങളിലെ വാക്കും എല്ലാം തെണ്ടി നടക്കുന്നവരുടെ വാക്കുപോലെ അസത്യമാണെന്ന് വരും. ഇവിടെ ഭക്തി വർദ്ധിച്ചാൽ സകല സങ്കടങ്ങളും തീരുമെന്ന് കവിക്ക് പൂർണ്ണ വിശ്വാസം വന്നിരിക്കുകയാണ്. വ്യാസന്റെ ഭാഗവത വചനങ്ങളും ഭഗവാന്റെ ഗീതാവചനങ്ങളും വേദവചനങ്ങളും അതിലേക്ക് പ്രമാണങ്ങളാണ്. അതായത് അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗം അധോക്ഷജേ ലോകസ്യാ ജാനതോ വിദ്വാം ചക്രേ സാത്വത സംഹിത. ഭഗവാനിലുള്ള ഭക്തിയോഗം എല്ലാ അനർത്ഥങ്ങളെയും ശമിപ്പിക്കുന്നതാണ് എന്നറിയാത്ത ലോകത്തിന് വേണ്ടി ജ്ഞാനിയായ വേദവ്യാസൻ ഭാഗവതം നിർമ്മിച്ചു. ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. ഇനി ഭാഗവതത്തിൽ തന്നെ പറയുന്നു, യസ്യാമേ ശൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുൾ പദ്യത്തെ പുംസ ശോകമോഹഭയാപഹ. ഭാഗവതം കേൾക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനിൽ മനുഷ്യന് ഭക്തി ഉണ്ടാകുന്നു. അത് ശോകത്തെയും മോഹത്തെയും ഭയത്തെയും ഇല്ലാതാക്കുന്നു. അടുത്തത് 12ാമത്തെ സ്കന്ധം 13ാമത്തെ അധ്യായം 23ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിംബരം. ഏത് ശ്രീഹരിയുടെ നാമകീർത്തനം സർവപാപങ്ങളെയും നിശേഷം നശിപ്പിക്കുന്നുവോ, നമസ്കാരം ദുഃഖങ്ങളെ ശമിപ്പിക്കുമോ, ആ സർവോത്തമനായ ശ്രീഹരിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇത്യാദികളാണ് ഭാഗവത വചനങ്ങൾ. ഇനി ഗീതാവചനങ്ങൾ ഉദാഹരിക്കുന്നു. അതായത് അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാവിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. 9ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകം. ആരാണോ മറ്റു ചിന്തകളൊന്നുമില്ലാതെ എന്നെ നിരന്തരം സേവിക്കുന്നത്, നിത്യോദ്യമശാലികളായ അവർക്ക് ഞാൻ യോഗക്ഷേമം ഉണ്ടാക്കുന്നു എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു.
ഇനി പറയണത് എന്താ വെച്ചാൽ തമുസ്തോതാരാപൂർവം യഥാവിധ ഹൃദസ്യ ഗർഭം ജനുഷാഭിവർത്തന ആസി ജാനന്ദോ നാമ ചിത് വിഭക്തന മഹസ്തേ വിഷ്ണു സുമതിം ഭജാമഹേ. അലയോ സ്തുതിശീലന്മാരായ കവികളെ, പുരാതനമായ വേദസാരത്തെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നുവോ അങ്ങനെ അവതാര കഥ കൊണ്ട് സ്തുതിക്കുവിൻ. അവിടുത്തെ നാമങ്ങളെ ശരിക്കും മനസ്സിലാക്കി കീർത്തനം ചെയ്യുവിൻ. അലയോ വിഷ്ണു ഭഗവാനെ, ഞങ്ങൾ അവിടുത്തെ തത്വജ്ഞാനത്തെ ഭജിച്ചുകൊള്ളുന്നു. ഇത്യാദികളാണ് വേദവചനങ്ങൾ. ഇതിൽ ഭഗവാന്റെ ഗുണകഥാകീർത്തനവും നാമകീർത്തനവും തത്വജ്ഞാനത്തിനും തദ്വാര ആനന്ദത്തിനും കാരണമാണ് എന്ന് കാണിച്ചിട്ടുണ്ടല്ലോ. ഇതാണ് ഇവിടെ കവി സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അതാണല്ലോ പറഞ്ഞത്. എനിക്ക് നിന്തിരുവടിയിലുള്ള ഭക്തി വർദ്ധിച്ചു വരണം, അതുതന്നെ എല്ലാ സങ്കടങ്ങളെയും തീർത്തു തന്നുകൊള്ളും എന്ന വിഷയത്തിൽ മനസ്സിൽ തെല്ലുപോലും സംശയമില്ല. അതിന് കാരണം പറയാണ്, അല്ലെങ്കിൽ വ്യാസൻ്റെ വാക്കും അവിടുത്തെ വാക്കും വേദങ്ങളിലെ വാക്കും എല്ലാം തെണ്ടി നടക്കുന്നവരുടെ വാക്കുപോലെ അസത്യമാണെന്ന് വരും. അത്രയും ഉറപ്പിച്ചിരിക്കുകയാണ് കവി. ഭവദ്ഭക്തിസ്പീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേത് വ്യാസസ്യോക്തിസ്തവ ജവജനം നൈഗമവജോ ഭവേന്മിത്യാരത്യാ പുരുഷ വചനപ്രായമഖിലം. ഭവദ്ഭക്തിസ്പീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേത് വ്യാസസ്യോക്തിസ്തവ ജവജനം നൈഗമവജോ ഭവേന്മിത്യാരത്യാ പുരുഷ വചനപ്രായമഖിലം. ഭവദ്ഭക്തിസ്പീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേദ്വ്യാസസ്യോക്തിസ്തവ ജവജനം നൈഗമവജോ ഭവേന്മിത്യാരത്യാ പുരുഷ വചനപ്രായമഖിലം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.